തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോമ്പിലെ 50 വിചിന്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് അച്ഛൻ വിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 7-ാം വാക്യമാണ്. 3 കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറയുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ആര്? ദൈവം ഇസ്രായേൽ ജനത്തിനോട് പറയുന്ന കാര്യങ്ങളാണത്. ക്ലേശങ്ങൾ ഞാൻ കണ്ടു, രോദനം ഞാൻ കേട്ടു, യാതനകൾ ഞാൻ അറിഞ്ഞു. 3 കാര്യങ്ങൾ, പ്രതീക്ഷ നൽകുന്ന 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ക്ലേശങ്ങൾ ഞാൻ കണ്ടു, രോദനം ഞാൻ കേട്ടു, യാതനകൾ ഞാൻ അറിയുന്നു. ഇത് പറയുന്ന സാഹചര്യം നമുക്കറിയാം. ഈജിപ്തില് ഇസ്രായേൽ ജനം അനുഭവിച്ച ഒരുപാട് യാതനകളുണ്ട്. അത് ചെറുതൊന്നുമല്ല. ഫറവോ, കഠിനമായ ഹൃദയത്തിനുടമയായ ഫറവോ, ആ ഫറവോയുടെ കീഴിൽ അടിമത്വം അനുഭവിച്ച ഇസ്രായേൽ ജനം, ഒരുപാട് ഫോഴ്സ്ഡ് ലേബർ, ഭയങ്കരമായ കഠിനമായ അധ്വാനങ്ങളാണ് ഫറവോ ഇസ്രായേൽ ജനത്തിന് നൽകിയത്. എല്ലാ ന്യൂ ബോൺ ചിൽഡ്രനെയും വധിക്കാൻ ഇസ്രായേൽ ജനത്തിൻ്റേത് ഫറവോ കൽപ്പനയിട്ടു. അത് മിഡ്വൈഫ്സിനെയാണ് ഏൽപ്പിച്ചത്. ഓരോ കംപ്ലൈൻറ്റ് ഇസ്രായേൽ ജനം പറയുമ്പോഴും അത്രമാത്രം പീഡനങ്ങൾ ഇസ്രായേൽ ജനത്തിന് ഇങ്ങനെ കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഫറവോ. അപ്പം എന്തുമാത്രം പീഡനങ്ങളാണ് ഇസ്രായേൽ ജനം അനുഭവിച്ചത്. ഏതാണ്ട് 430 വർഷം ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്വത്തിൽ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ വേദനകൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് കൊടുക്കുന്ന ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങളുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, നിങ്ങളുടെ രോദനം ഞാൻ കേട്ടു, നിങ്ങളുടെ യാതനകൾ ഞാൻ അറിഞ്ഞു. ഇത് ഇസ്രായേൽ ജനത്തിന് പ്രതീക്ഷയുടെ ഒരു വചനമാണ്. ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വചനം കൂടിയാണ്. അതായത് ജീവിത ക്ലേശങ്ങളിൽ കർത്താവ് കൂടെയുണ്ട്. സങ്കടങ്ങൾ വരുമ്പോൾ കർത്താവ് കൂടെയുണ്ട്. വേദനകൾ വരുമ്പോൾ കർത്താവ് കൂടെയുണ്ട്. ആശ്വസിപ്പിക്കുവാൻ, താങ്ങായി, തണലായി നമ്മുടെ കൂടെ എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളൊക്കെ വായിച്ചൊരു കഥയുണ്ട്. ഒരു വ്യക്തി കടൽ തീരത്തിലൂടെ നടന്നു പോകുന്നു. കടൽ തീരത്തിലൂടെ നടന്നു പോകുമ്പോൾ അവൻ നോക്കിയപ്പോൾ 4 കാലടിപ്പാടുകൾ. അവൻ മനസ്സിലാക്കി, ഒന്ന് തൻ്റെ 2 കാലടിപ്പാടുകൾ, മറ്റൊന്ന് ദൈവത്തിൻ്റെ കാലടിപ്പാടുകൾ. അപ്പം എന്നോടൊപ്പം എൻ്റെ ദൈവം കൂടെ നടക്കുന്നുണ്ട് എന്നുള്ള വലിയ വിശ്വാസം അവനുണ്ടായി. എന്നാൽ വെയിൽ വന്നു, മണലിന് ചൂടായി. ആ ചൂട് അവനൊന്ന് നോക്കിയപ്പോൾ 2 കാലടിപ്പാടുകളേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്തു. ദൈവത്തോട് പറഞ്ഞു, ആഹാ, ചൂട് വന്നപ്പോൾ നീ പോയി, നിന്റെ കാലടിപ്പാടുകൾ ഞാൻ കാണുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, മകനെ, ആ ചൂട് വന്നപ്പോൾ നിന്നെ ഞാൻ എടുക്കുകയായിരുന്നു. നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ആ ചൂട് നീ അനുഭവിക്കാതിരിക്കാൻ നിന്നെ വഹിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത്. നീ കണ്ടത് എൻ്റെ കാലടിപ്പാടുകളാണ്. ഓർക്കുക, നമ്മുടെ ക്ലേശങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ
നമ്മുടെ യാതനകളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ കൂടെ ചേരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അതാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ ദൈവമുണ്ട്. പള്ളിയിൽ മുടങ്ങാതെ വരുന്ന രോഗിണിയായ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അമ്മച്ചി പള്ളിയിലുണ്ടാകും. ആ പള്ളിയിലുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പുറത്തുപോലെ ഇറങ്ങരുതെന്നാണ്. എന്നാലും പള്ളി വിട്ടൊന്നില്ല അമ്മച്ചിക്ക്. അമ്മച്ചി അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ വരും, അല്ലെങ്കിൽ പള്ളിയിൽ വന്നിരിക്കും, പ്രാർത്ഥിക്കും. അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ രോഗങ്ങളിലും എൻ്റെ വേദനകളിലും എൻ്റെ പ്രയാസങ്ങളിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നോമ്പുകാലമാണിത്. നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം എൻ്റെ കൂടെയുണ്ട്, ഗോഡ് ഈസ് വിത്ത് മീ എന്നുള്ളത് പറയാൻ കഴിയുന്നിടത്താണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്, കൂടെയുള്ളവനാണ്. ആ കൂടെയുള്ള ദൈവത്തെ അറിയാനും അനുഭവിക്കാനും ആ ദൈവത്തോടൊപ്പം നോമ്പുകാലത്ത് യാത്ര ചെയ്യുവാനും നമുക്കിടയാകട്ടെ. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.